ജിയോ ഫോർ ജിയോഗ്രഫി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ജിയോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സീസൺ ആൻഡ് ടൈം അഥവാ ഋതുഭേദവും സമയവും എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു. അതായത് എന്താണ് ലോഞ്ചിറ്റ്യൂഡ്, എന്താണ് ലാറ്റിറ്റ്യൂഡ് അഥവാ എന്താണ് രേഖാംശ രേഖ, എന്താണ് അക്ഷാംശ രേഖ, എന്താണ് പാരലിസം ഓഫ് ആക്സിസ് അഥവാ അച്ചുതണ്ടിന്റെ സമാന്തരത, പിന്നീട് എന്താണ് സൂര്യന്റെ അയനാന്തരം എന്നിവയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, കുറച്ച് ലെങ്ത് ആയിട്ടുള്ള വീഡിയോയാണ്. പക്ഷെ ഇത് എല്ലാവരും എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയി കാണുക, അല്ല എങ്കിൽ കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഋതുഭേദങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഓരോ സീസൺസ് എങ്ങനെ ഉണ്ടാകുന്നു, സമ്മർ സീസൺ എങ്ങനെ ഉണ്ടാകുന്നു, വിന്റർ സീസൺ എങ്ങനെ ഉണ്ടാകുന്നു, സ്പ്രിംഗ് സീസൺ എങ്ങനെ ഉണ്ടാകുന്നു, ഓട്ടോമൻ സീസൺ എങ്ങനെ ഉണ്ടാകുന്നു അഥവാ വേനൽക്കാലം, ശൈത്യകാലം, ഗ്രീഷ്മകാലം അഥവാ ഓട്ടോമൻ സീസൺ എന്നീ വസന്തകാലം എന്നിങ്ങനെ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് കാർത്തിക്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ സീസൺസ് ഉണ്ടാവുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എന്താണ് ഉത്തരായനം, എന്താണ് ദക്ഷിണായനം, എന്താണ് ആർട്ടിക് വൃത്തം, എന്താണ് അന്റാർട്ടിക് വൃത്തം. തീരെ കണ്ട് പേടിക്കണ്ട, ജസ്റ്റ് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഭൂമിയുടെ കുറച്ച് അക്ഷാംശ സ്ഥാനങ്ങളാണ് ഇവ. ഭൂമിയുടെ അക്ഷാംശ സ്ഥാനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതില്ല. നമുക്കത് മലയാളത്തിൽ തന്നെ ആദ്യം ചെയ്യും. 0 ഡിഗ്രി ഇക്വേറ്റർ ആണ് ഉള്ളത് എന്ന് നമുക്കറിയാം. 0 ഡിഗ്രി ഇക്വേറ്റർ, 0 ഡിഗ്രി ഇതിനെയാണ് നമ്മൾ എന്ത് ഇക്വേറ്റർ എന്ന് പറയും. ഇതിന് മുകളിലുള്ള ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? മുകളിലത്തെ ഭാഗത്തെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇനി താഴ്ഭാഗമാണ് എന്ന് പറയുന്നത് സതേൺ ഹെമിസ്ഫിയർ. നോക്കാം, ഇതിനെ നമ്മൾ ഉത്തരാർദ്ധ ഗോളം എന്നും ഇതിനെ ദക്ഷിണാർദ്ധ ഗോളം എന്നുമാണ് വിളിക്കുന്നത്. ഇത്രയൊക്കെയാണ്. അപ്പോ 0 ഡിഗ്രിക്ക് മുകളിലുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറും താഴെയുള്ളത് സതേൺ ഹെമിസ്ഫിയറും. ഇത്രയൊക്കെയാണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് നോക്കൂ. ഇതിന് തൊട്ട് മുകളിലുള്ള അവസ്ഥയാണ്. തൊട്ട് മുകളിൽ 23.5 ഡിഗ്രി നോർത്ത്. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടുന്ന് നോർത്തിലോട്ടും ഇത് താഴോട്ട് വരുന്നതോറും സൗത്തുമാണ്. ഇതിന് മുകളിലോട്ട് പോകുന്നതോറും നോർത്തും, ഇതിന് താഴോട്ട് വരുന്നതോറും സൗത്തും ആയിരിക്കും. അപ്പൊ 23.5 ഡിഗ്രി നോർത്ത് ഭാഗവും വരും. അടുത്തത് 23.5 ഡിഗ്രി സൗത്ത് ഭാഗവും. അപ്പോ 23.5 ഡിഗ്രി നോർത്ത് ഭാഗത്തെ നമ്മള് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കുന്നു. അഥവാ ഉത്തരായനം എന്ന് വിളിക്കുന്നു. ഓക്കെയാണ്. അടുത്തത് ഈ 23.5 ഡിഗ്രി തെക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ദക്ഷിണായനം എന്നാണ്. എന്തെന്ന് വിളിക്കുന്നു? ദക്ഷിണായനം അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ്. അഥവാ എന്തെന്ന് വിളിക്കുന്നു? ദക്ഷിണായനം എന്ന് വിളിക്കുന്നു. ഇത്രയൊക്കെയാണ്. അപ്പോ ഉത്തരാർദ്ധ ഗോളത്തിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായനം എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി നോർത്തും, ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി സൗത്തും. ഇത്രയൊക്കെയാണല്ലോ. ഇനി നോക്കാം, 23.5 ഡിഗ്രി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 66.5 ഡിഗ്രിയാണ്. എന്താണ് 66.5 ഡിഗ്രി? എന്തായിരിക്കും അടുത്ത 23 ഡിഗ്രി കഴിഞ്ഞാൽ അടുത്ത 66.5 ഡിഗ്രിയാണ്. ഒന്നുകൂടെ 66 ഡിഗ്രി. അപ്പോ 23 ഡിഗ്രി നമ്മൾ പറഞ്ഞു. ഇനി 66.5 ഡിഗ്രി. എന്താണ് 66.5 ഡിഗ്രി? ഇത് നോർത്ത് ഭാഗമാണ്. 66 ഡിഗ്രി നോർത്ത്. ഇവിടെ എന്താണ് 66 ഡിഗ്രി സൗത്തുമാണ്. ഇത്രയൊക്കെയാണോ? അപ്പോ 66 ഡിഗ്രി നോർത്തിനെ നമ്മൾ വിളിക്കുന്ന എന്താണ്? 66 ഡിഗ്രി നോർത്തിനെ ആർട്ടിക് വൃത്തം എന്ന് വിളിക്കുന്നു. ആർട്ടിക് വൃത്തം അഥവാ ആർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നു. ആർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നു. ഇനി 66 ഡിഗ്രി സൗത്തിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്?
അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നു. അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നു. ഇത്രയൊക്കെയാണ് അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കുന്നു. അപ്പോ 66 ഡിഗ്രി നോർത്തിനെ ആർട്ടിക് സർക്കിൾ എന്നും അന്റാർട്ടിക് സർക്കിൾ 66 ഡിഗ്രി സൗത്തുമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ 23 ഡിഗ്രി നോർത്തും രണ്ടാമത് 66 ഡിഗ്രി നോർത്തും സൗത്തും. 66 ഡിഗ്രി നോർത്ത് ആർട്ടിക് വൃത്തവും 66 ഡിഗ്രി സൗത്ത് അന്റാർട്ടിക് വൃത്തവും. ഇത്രയൊക്കെയാണോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് അടുത്തിലേക്ക് പോയിരുന്നു. അന്റാർട്ടിക് വൃത്തം കഴിഞ്ഞാൽ പിന്നീടുള്ളത് എന്താണ്? 2 ധ്രുവങ്ങളാണ്, 2 പോൾസുകളാണ്. അത് പിന്നീട് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി നോർത്ത് എന്തായിരിക്കും? നോർത്ത് ഉത്തര ധ്രുവം എന്ന് വിളിക്കുന്നു. ഉത്തര ധ്രുവം. അടുത്തത് 90 ഡിഗ്രി സൗത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ദക്ഷിണ ധ്രുവം എന്ന് വിളിക്കുന്നു. ദക്ഷിണ ധ്രുവം. ഓക്കെയാണോ? 90 ഡിഗ്രി സൗത്തിനെ വിളിക്കുന്ന പേര് ദക്ഷിണ ധ്രുവവും 90 ഡിഗ്രി നോർത്തിനെ ഉത്തര ധ്രുവം എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ നോർത്ത് പോൾ എന്നും അടുത്തത് ദക്ഷിണ ധ്രുവത്തെ സൗത്ത് പോൾ എന്നും വിളിക്കുന്നു. ഓക്കെ ആണോ? അത് ഒന്നുകൂടെ പറയണം. ജസ്റ്റ് ആദ്യം പറഞ്ഞത് 23 ഡിഗ്രി നോർത്ത് സൗത്ത്. 23 ഡിഗ്രി നോർത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? 23 ഡിഗ്രി നോർത്തിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? ഉത്തരായനം എന്നും അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും. 23 ഡിഗ്രി സൗത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായനം എന്നും വിളിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? താഴോട്ട് വരുമ്പോൾ 66 ഡിഗ്രി സൗത്തും 66 ഡിഗ്രി നോർത്തും. 66 ഡിഗ്രി നോർത്തിനെ ആർട്ടിക് സർക്കിൾ എന്നും എന്ത് ചെയ്യുന്നു? 66 ഡിഗ്രി സൗത്തിനെ അന്റാർട്ടിക് സർക്കിൾ എന്നും വിളിക്കുന്നു. 90 ഡിഗ്രി നോർത്തിനെ ഉത്തര ധ്രുവം അഥവാ നോർത്ത് പോൾ എന്നും ദക്ഷിണ ധ്രുവത്തിനെ സൗത്ത് പോൾ എന്നും പറയുന്നു. ഓക്കെയാണോ? അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇവിടെ നടക്കുന്നത് ഓരോ സീസൺസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓരോ സീസൺസ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഉണ്ടാകുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം. ഈ ഇന്ത്യ നിൽക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണോ ദക്ഷിണാർദ്ധഗോളത്തിലാണോ നോക്കാം. എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യ എന്താണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. ഇന്ത്യ എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഉത്തരാർദ്ധഗോളത്തിന്റേതുമായി ബന്ധപ്പെട്ടതാണ്. ശ്രദ്ധിച്ചിരിക്കാം. ഇനി പറയുന്ന കാര്യങ്ങളും ഉത്തരാർദ്ധഗോളവുമായി ബന്ധപ്പെട്ട വസ്തുതകളായിരിക്കും. അപ്പോൾ തിരിഞ്ഞു പോവാതിരിക്കുക. ഓക്കെയാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത സെക്ഷനിലേക്ക് പോയാണ്. എങ്ങനെയാണ് സീസൺസ് ഉണ്ടാകുന്നത്, സീസൺസ് എങ്ങനെയാണ് ഓരോന്നും മാറി മറിയുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ നോക്കാം. ഇനി ചെയ്യുന്നത് എന്താണ്? സൂര്യന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട് നമുക്കറിയാം. അപ്പോ അതുമായി ബന്ധപ്പെട്ട് 4 സിറ്റുവേഷൻസുകൾ അല്ലെങ്കിൽ ഭൂമി എന്ത് ചെയ്യുന്നു? സൂര്യനുമായി ചുറ്റുന്ന 4 പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? സീസൺസ് എന്താണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യൂ? പിടികിട്ടും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 4 പൊസിഷൻസുകൾ. 4 ഭൂമി ഉണ്ട് എന്നല്ല, എന്ത് ചെയ്യുന്നു? 4 പൊസിഷൻസുകൾ ഉണ്ട് എന്നർത്ഥം. 4 പൊസിഷൻസുകൾ ഉണ്ട്. 4 പൊസിഷൻ. ആ 4 പൊസിഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ സീസൺസുകൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ 4 പൊസിഷനിലുള്ള ഡേറ്റുകൾ നമ്മൾ പഠിച്ചു വയ്ക്കും. അതെന്ത് ചെയ്യുന്നു? ഒന്ന് മാർച്ച് 21, അടുത്തത് സെപ്റ്റംബർ 23. ഓക്കെ ആണോ? മാർച്ച് 21, സെപ്റ്റംബർ 23. ആദ്യം ഈ 2 ഡേറ്റ്സുകൾ പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാം. നോക്കാം. ഈ 2 ഡേറ്റുകൾ തമ്മിലുള്ള പ്രത്യേകത എന്ത് എന്ന് പറയാം. ആദ്യം എന്ത് ചെയ്യുന്നു? ഭൂമി ഈ പൊസിഷനിലും ഈ പൊസിഷനിലും ഒരേപോലെ തന്നെ ഒരേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? സൺലൈറ്റ് പതിക്കുന്നു. ഒരേപോലെ എന്ത് ചെയ്യുന്നു? സൺലൈറ്റ് പതിക്കുന്നു. ആ സൺലൈറ്റ് ഒരേപോലെ പതിക്കുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോ ഒരേ പൊസിഷനിൽ തന്നെ സൺലൈറ്റ് ഒരേ രീതിയിൽ അടിച്ചാൽ 2 ഹെമിസ്ഫിയറിലും ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇത് മുകളിലാണോ, ഭൂമിക്ക് മുകളിലാണോ പതിക്കുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊരു 3D ഫിഗറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നു. അപ്പൊ എന്ത് ചെയ്യും? മുകളിലത്തെ ഭാഗമല്ല, എന്താണ്? 2 ധ്രുവങ്ങളിൽ 2 സൈഡിലും
ഈക്വൽ ആയിട്ട് സൺലൈറ്റ് പതിക്കും. രണ്ട് സൈഡിൽ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് സൺലൈറ്റ് പതിക്കുന്ന ദിവസങ്ങളെ പറയുന്ന പേരാണ് വിഷുവങ്ങൾ അഥവാ എന്തെന്ന് വിളിക്കുന്നു? ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നു. മലയാളത്തിൽ സമരാത്ര ദിനങ്ങൾ എന്നും കൂടെ ഉണ്ട്. ഇംഗ്ലീഷിൽ ഒറ്റ പേര് പഠിച്ചാൽ മതി. എന്താണ്? ഇക്വിനോക്സസ്. ഈ രണ്ട് ദിവസങ്ങളെ പറയുന്ന പേര്, ഈ രണ്ട് ദിവസങ്ങൾ, ഒന്നാമത്തെ മാർച്ച് 21-നെയും സെപ്റ്റംബർ 23-യെയും വിളിക്കുന്ന പേര് ഇക്വിനോക്സസ്. എന്താണ്? ഇക്വിനോക്സസ് അഥവാ എന്തെന്ന് വിളിക്കുന്നു? സമരാത്ര ദിനങ്ങൾ. സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നു? വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. വിഷുവങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നോക്കൂ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഈ രണ്ട് അർദ്ധഗോളങ്ങളിലും സൺലൈറ്റ് ഈക്വൽ ആയിട്ട് പതിക്കുന്നത് കൊണ്ട് തന്നെ രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം ഒരുപോലെ ആയിരിക്കും. ഡേ ആൻഡ് നൈറ്റ് ആർ ഈക്വൽ. എന്താണ്? ഡേയുടെയും നൈറ്റിന്റെയും ദൈർഘ്യം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പറഞ്ഞു പിടിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അടുത്തത് നോക്കാം. എന്ത് ചെയ്യുന്നു? ഇക്വിനോക്സസിൽ നമ്മൾ പറഞ്ഞു, അവിടെ നമ്മൾ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയാണ്, ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഞാൻ എഴുതിയിരിക്കുന്ന മനസ്സിലാക്കുന്നതിനാണ്, ബോർഡ് ചെറുതായതുകൊണ്ടേ. അപ്പോ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒന്നുകൂടെ സെപ്റ്റംബർ 23 മാർച്ച് 21 നമ്മൾ എന്തെന്ന് പഠിച്ചു? ഇക്വിനോക്സസ് അഥവാ എന്ത് ചെയ്യുന്നു? ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണേ, മാർച്ച് 21 തന്നെ ഭൂമി നിൽക്കോ? ഇല്ല. എങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരിക്കും? ഇങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് കറങ്ങും. ഇങ്ങോട്ട് കറങ്ങുമ്പോ മാർച്ച് മാസത്തിൽ നിന്നും ഒരു 3 മാസം നമ്മൾ എന്ത് ചെയ്യും? കൂട്ടേ. മാർച്ച് മാസം നമ്മൾ 3 മാസം നമ്മൾ എന്ത് ചെയ്യും? അപ്പോ എന്ത് ചെയ്യും? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ജൂൺ മാസം 21 ആവുമ്പോഴാണ് ഇവിടെ ഒരു ഡേറ്റ് എത്തും. ജൂൺ 21 എന്ന് പറയുന്ന ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാണ്? എങ്ങോട്ട് സഞ്ചരിച്ചു? ജൂൺ 21ലേക്ക് എത്തി. ഈ ജൂൺ 21 എത്തുമ്പോ എന്ത് ചെയ്യും? സണ്ണിന്റെ റേസ് എങ്ങോട്ട് പതിക്കാൻ തുടങ്ങും? നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പതിക്കാൻ തുടങ്ങും. എങ്ങോട്ട് തുടങ്ങും? ഇവിടെ മുതൽ കറങ്ങി എങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഭൂമി മുകളിൽ ജൂൺ 21ലേക്ക് എത്തുമ്പോ എന്ത് ചെയ്തോണ്ടിരിക്കും? ഹെമിസ്ഫിയറിൽ എങ്ങോട്ട്? ഏത് ഹെമിസ്ഫിയറിലായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൺറൈസ് വെർട്ടിക്കലായിട്ട് പതിക്കും. അങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെർട്ടിക്കലായിട്ട് പതിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സൺറൈസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ പതിക്കുന്ന ദിവസം, അങ്ങ് ഉച്ചയിലെത്തുന്ന ദിവസം എന്ന് പറയാം അല്ലെ. ഏറ്റവും എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ സ്പെസിഫിക് ആയിട്ട് ഏറ്റവും കൂടുതൽ എത്തുന്ന ദിവസമാണ് ജൂൺ 21 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, ജൂൺ 21-ന് ഏറ്റവും കൂടുതൽ സൺറൈസ് ഉത്തരാർദ്ധഗോളത്തിൽ പതിക്കുമെന്ന് പറഞ്ഞാൽ ആ ദിവസം എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും. എവിടെ ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും? ഉത്തരാർദ്ധഗോളത്തിൽ അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും. ഇത്രയും പിടികിട്ടിയോ? ഇനി നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സമ്മർ സോളിസൈഡ്സ്. എന്താണ്? സമ്മർ സോളിസൈഡ്സ് അഥവാ ഗ്രീഷ്മ അയനാന്തരം. ഇത്രയൊക്കെയാണോ? അയനാന്തരം. അപ്പോ ഒന്നും കൂടെ പറയാം. മാർച്ച് 21 നിന്നും ജൂൺ 21ലേക്ക് പോകുന്തോറും ജൂൺ 21 എന്ന് പറയുന്ന ദിവസത്തില് ലോങ്ങസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യും? സൺറൈസ് വെർട്ടിക്കലായിട്ട് എവിടെ തന്നെ പതിച്ചുകൊണ്ടേയിരിക്കും? ഉത്തരാർദ്ധഗോളത്തിൽ പതിച്ചുകൊണ്ടിരിക്കും. ആ ഉത്തരാർദ്ധഗോളത്തിൽ പതിക്കുന്ന ദിവസമാണ് ജൂൺ 21. അത് ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും ഉത്തരാർദ്ധഗോളത്തിന്റെ കേസ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ദക്ഷിണാർദ്ധഗോളത്തിലാവുമ്പോഴോ തിരിച്ച് താഴെ ആവുമ്പോഴോ ലോങ്ങസ്റ്റ് ഡേ ആണ് ഇവിടെ പറഞ്ഞതെങ്കിൽ താഴെ എന്തായിരിക്കും? ലോങ്ങസ്റ്റ് നൈറ്റ് ആയിരിക്കും. ജസ്റ്റ് അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. കൺഫ്യൂഷൻ അടിക്കണ്ട. ജസ്റ്റ് മുകളിൽ എന്താണ്? ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും എന്ന് പറയുന്നത് ജൂൺ 21. അതിനെ നമ്മൾ വിളിക്കുന്നത് സമ്മർ സോൾസൈഡ്സ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്തരം എന്നായിരിക്കും. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് സമ്മർ സോൾസൈഡ്സ് അല്ലെങ്കിൽ എന്താണ് ഗ്രീഷ്മ അയനാന്തരം? ആ ദിവസമാണ് എന്ന് പറയുന്നത് ആ ജൂൺ 21 എന്ത് ചെയ്യും? ഹയസ്റ്റ് ഡേ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഹയസ്റ്റ് ഡേയുടെ ദൈർഘ്യം എപ്പോഴും കൂടുതലായിരിക്കും. ഇതാണ് എന്ന് പറയുന്നത് സമ്മർ സോൾസൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ 21 നിന്നും എന്ത് ചെയ്യുന്നു? വീണ്ടും എങ്ങോട്ട് എത്തുന്നു? സെപ്റ്റംബർ 23ലേക്ക് എത്തുന്നു.
എത്തിയതിനു ശേഷം അത് എത്തുമ്പോൾ വീണ്ടും എന്താവും, ഡേയുടെയും നൈറ്റിന്റെയും ദൈർഘ്യം എന്താവും, ഈക്വൽ ആവും. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു മാർച്ച് 21 സെപ്റ്റംബർ 23 ഒരേ സമരാത്ര ദിനങ്ങൾ, അതായത് ദിവസത്തിന്റെയും പകലിന്റെയും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം ഒരുപോലെ ആയിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്, സെപ്റ്റംബർ 23 മാർച്ച് 21 ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സെപ്റ്റംബർ 23 എത്തിയതിനു ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതാ നോക്ക്, ജസ്റ്റ് എങ്ങോട്ട് സഞ്ചരിക്കുകയാണ്, ഇതാ വീണ്ടും സെപ്റ്റംബർ 23 ഒരു 3 മാസം എക്സ്റ്റൻഷനിലേക്ക് എത്തുമ്പോൾ ഡിസംബർ 22 എന്ന് പറയുന്ന ഒരു തീയതിയിലേക്ക് എത്തുന്നു. ഡിസംബർ 22 എന്ന തീയതിയിലേക്ക് എത്തുന്നു. ഡിസംബർ 22 തീയതിയിലേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഈക്വലായി. ഏതായി? ഈക്വൽ ആയിട്ട് 2 ഹെമിസ്ഫിയറിലും പതിച്ചു. ഇനി ഇങ്ങോട്ട് എത്തുമ്പോൾ പിന്നീട് എന്തായിരിക്കും പതിക്കുന്നത്? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും സൺലൈറ്റ് പതിക്കുക. സൺലൈറ്റ് പതിക്കുന്ന എവിടെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും പതിക്കുന്നത്, അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിലായിരിക്കും പതിക്കുക. ഏറ്റവും കൂടുതൽ പതിക്കുന്ന എവിടെയായിരിക്കും? ദക്ഷിണാർദ്ധ ഗോളത്തിലായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് പതിക്കുന്ന ദിവസം, ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് പതിക്കുന്ന ദിവസം, ആ ദിവസമാണ് വിന്റർ സോളിസ്റ്റിസ്. വിന്റർ സോളിസ്റ്റിസ് അഥവാ ശൈത്യ അയനാന്തരം. ശൈത്യ അയനാന്തരം. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് പതിക്കുന്ന ദിവസം, ആ ദിവസത്തിന് പറയുന്ന പേര് ജൂൺ 21. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് പതിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേ ആയിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും, ഞാൻ ആദ്യം പറഞ്ഞു, ഉത്തരാർദ്ധ ഗോളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ പറയാനുള്ളത്. അപ്പൊ മുകളിൽ എന്തായിരിക്കും? ലോങ്സ്റ്റ് നൈറ്റ് ആയിരിക്കും. അപ്പൊ ഡിസംബർ 22 ലോങ്സ്റ്റ് നൈറ്റ് ആയിരിക്കും. എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അപ്പൊ ലോങ്സ്റ്റ് നൈറ്റ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഈസ് കാൾഡ് വിന്റർ സോളിസ്റ്റിസ്, അഥവാ ശൈത്യ അയനാന്തരം എന്ന് വിളിക്കും. ശൈത്യ അയനാന്തരം. ഇത്രയും ഓക്കെയാണോ? അപ്പൊ 2 ദിവസങ്ങളാണ് നമ്മൾ എക്സ്പെഷ്യലി പഠിച്ചത്. ഇവിടുന്ന് ജൂൺ 21 ഇവിടുന്ന് എന്താണ്? ഡിസംബർ 22. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? പറഞ്ഞു. സമരാത്ര ദിനങ്ങൾ എന്താണ്? സമ്മർ സോളിസ്റ്റിസ് എന്താണ്? വിന്റർ സോളിസ്റ്റിസ് അഥവാ ശൈത്യായനാന്തരവും ഗ്രീഷ്മായനാന്തരവും. ഇത്രയും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എന്ത് ചെയ്യുന്നു? ഡിസംബർ 22 നമ്മൾ 22 എന്ത് ചെയ്യുന്നു? മാർച്ച് 21 എത്തുന്നു. ഓക്കെ ആണോ? ഇത്രയും കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ 2 സെക്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ സീസൺസ് പറഞ്ഞു തുടങ്ങിയില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഏറ്റവും ലോങ്സ്റ്റ് ഡേയും ഏറ്റവും ലോങ്സ്റ്റ് നൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ വന്ന് മാറ്റും. ഈ ജൂൺ 21 ദിവസമൊക്കെ അവിടെ നിന്നോട്ടെ. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോളിസ്റ്റിസ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ സീസൺസിലേക്ക് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പോ ജൂൺ 21 സമ്മർ സോളിസ്റ്റിസ്, ഡിസംബർ 22 വിന്റർ സോളിസ്റ്റിസ്, സെപ്റ്റംബർ 23 അതേതാണ്? സമരാത്ര ദിനങ്ങൾ, ഇക്വിനോക്സസ്. അടുത്തത് നോക്കാം. അടുത്തതാ ഡിസംബർ 20, മാർച്ച് 21 അടുത്ത വിഷുവങ്ങൾ. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു? സീസൺസിൽ പറയാം. ഇവിടെ നിന്ന് മാർച്ച് 21 നിന്നും ജൂൺ 21 എത്തുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? വസന്തകാലമായിരിക്കും. എവിടെ വസന്തകാലം? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യമായിരിക്കും. അതിന് ഞാൻ NH എന്ന് എഴുതിയാണ്. ജസ്റ്റ് NH എന്ന് എഴുതിയ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? വസന്തകാലമായിരിക്കും. എന്താണ്? വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ ആയിരിക്കും. അപ്പോ ഇങ്ങനെ തന്നെ പറയണം. എന്താണ്? മാർച്ച് 21 നിന്നും ജൂൺ 21 വരെയുള്ള കാലഘട്ടമാണ് വേൾഡിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ വസന്തകാലം. ഞാൻ വസന്തകാലം തൊട്ട് പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, അതുകൊണ്ട് ഇവിടെ നിന്നാണ് പറഞ്ഞു പോകുന്നത്. ഇത്രയേ ഉള്ളൂ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാർച്ച് 21 നിന്നും ജൂൺ 21 വരെയുള്ള ഒരു പോകുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം മുഴുവനായി എന്തെന്നറിയപ്പെടുന്നു?
സ്പ്രിംഗ് സീസൺ അഥവാ എന്തെന്നറിയപ്പെടുന്നു, വസന്തകാലം എന്നറിയപ്പെടുന്നു. എവിടെ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഓക്കെ ആണോ? ഇനി ജൂൺ 21 എന്നൊരു ദിവസം എത്തി. ഇനി ജൂൺ 21 നിന്നും എന്തിലേക്ക് എത്തേണ്? സെപ്റ്റംബർ 23യിലേക്ക് എത്തേണ്. സെപ്റ്റംബർ 23യിലേക്ക് എത്തേണ്. ആ ദിവസമാണ് എന്തായി മാറുന്നത്? വേനൽക്കാലമായി മാറുന്നത്. വേനൽക്കാലമായി മാറുന്നത്. വേനൽക്കാലം അഥവാ സമ്മർ സീസൺ ആയി മാറുന്നത്. ഇവിടെ സമ്മർ സീസൺ നോർത്തേൺ ഹെമിസ്ഫിയർ. ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇനി സദേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം പറയുമ്പോൾ ഇത് തിരിഞ്ഞു വരും, അത് പറയാം. ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് പറയാം. നോർത്തേൺ ഹെമിസ്ഫിയറിലെ വേനൽക്കാലം എപ്പോഴാണ്? ജൂൺ 21 നിന്നും സെപ്റ്റംബർ 23യിലേക്കാണ്. ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇനി അത് കഴിഞ്ഞിട്ട് വേനൽക്കാലം കഴിഞ്ഞിട്ട് ഇവിടുന്ന് തൊട്ട് താഴോട്ട് ഈ സീസണിലേക്ക് എത്തും. സെപ്റ്റംബർ 23യിൽ നിന്നും ഡിസംബർ 22ലേക്ക് എത്തുകയാണ്. ആ ഡിസംബർ 22ലേക്ക് എത്തുന്ന കാലഘട്ടം ഇത് വസന്തകാലമല്ലേ? അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഓട്ടോമൻ സീസൺ ആണ്. ഓട്ടോമൻ സീസൺ ആണ്. ഓട്ടോമൻ സീസൺ. ഓട്ടോമൻ സീസൺ ആണ്. സ്പ്രിംഗ് സീസൺ ആണെങ്കിൽ അത് ഓട്ടോമൻ സീസൺ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണ്. അപ്പോ സെപ്റ്റംബർ 23യിൽ നിന്നും ഡിസംബർ 22ലേക്കുള്ള കാലഘട്ടമാണ് ഓട്ടോമൻ സീസൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണ്? ഇനി ഒന്ന് പറയാൻ പറ്റുമോ? ഇനി ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ. ഡിസംബർ 22ൽ നിന്നും മാർച്ച് 21ലേക്ക് എടുക്കുന്ന അത്രയും ടൈം പീരീഡ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് കേട്ടോ. എല്ലാം ഞാൻ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഓട്ടോമൻ സീസൺ ആയിരിക്കും. ഓട്ടോമൻ സീസൺ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഹേമന്തകാലം എന്നാണ് കേട്ടോ. ഹേമന്തകാലം. ഹേമന്തകാലം. ഹേമന്തകാലം ഇവിടെ പറയാം. ഹേമന്തകാലം. ഹേമന്തകാലം. ഓക്കെ, എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇനി നോക്ക്, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഡിസംബർ 22ൽ നിന്നും ശ്രദ്ധിക്കുക, ഡിസംബർ 22ൽ നിന്നും മാർച്ച് 21ലേക്ക് എത്തുന്ന പീരീഡിൽ, മാർച്ച് 21ലേക്ക് എത്തുന്ന പീരീഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അങ്ങനെ തന്നെ പഠിക്കണം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? വിന്റർ സീസൺ ആയിരിക്കും. വിന്റർ സീസൺ ആയിരിക്കും. വിന്റർ സീസൺ അഥവാ എന്തായിരിക്കും? ശൈത്യകാലമായിരിക്കും. എന്തായിരിക്കും? ശൈത്യകാലമായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ജസ്റ്റ് ഇത്ര ആദ്യം അവസാനം പറഞ്ഞ ഒന്നുകൂടെ പറയാം. ഡിസംബർ 22ൽ നിന്നും മാർച്ച് 21ലേക്ക് എത്തുന്ന ഒരു പീരീഡ് ആണ് എന്തെന്ന് പറയുന്നത്? നോർത്തേൺ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പറയണം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ്? ശൈത്യകാലമായിരിക്കും. നമുക്കിതൊന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാലോ? തിരിച്ചു പറഞ്ഞു നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം നോക്കിക്കോ. ഈ മാർച്ച് 21 ജൂൺ 21ലേക്ക് സദേൺ ഹെമിസ്ഫിയറിന്റെ കാലമാകുമ്പോൾ എന്താകും? ഹേമന്തകാലമായി. ഇതിന്റെ തിരിച്ച് ഓപ്പോസിറ്റ് സദേൺ ഹെമിസ്ഫിയർ ആകുമ്പോൾ, സദേൺ ഹെമിസ്ഫിയർ ആകുമ്പോൾ എന്താവും? തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ എന്താ നോക്കിയത്? ഹേമന്തകാലമായി മാറും. ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ടെക്സ്റ്റിലും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. നോർത്തേൺ ഇനി എന്താണ്? ജസ്റ്റ് ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വേനൽക്കാലമാണെങ്കിൽ തിരിച്ചെന്തായിരിക്കും? വിന്റർ സീസൺ ആയിരിക്കും. വിന്റർ സീസൺ ആയിരിക്കും. അപ്പൊ ഇവിടെ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? വിന്റർ സീസൺ ആയിരിക്കും. വിന്റർ സീസൺ ആയിരിക്കും. ഇനി ഇവിടെ തിരിച്ചു വരുന്നത് ഇവിടെ എന്തായിരിക്കും? സെപ്റ്റംബർ 23 നിന്ന് ഡിസംബർ 22ലേക്ക് സദേൺ ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയർ അല്ല, സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? സ്പ്രിംഗ് സീസൺ ആയിരിക്കും. എന്തായിരിക്കും? സ്പ്രിംഗ് സീസൺ ആയിരിക്കും. ഇനി ഇവിടെ തിരിച്ചു വരുമ്പോഴോ ഇവിടെ എന്തായിരിക്കും? വിന്റർ സീസൺ മാറി എന്താവും? സമ്മർ സീസൺ ആവും സദേൺ ഹെമിസ്ഫിയറിൽ. ഇത്രയും മനസ്സിലായി. എന്തായാലും നോർത്തേൺ ഹെമിസ്ഫിയർ വെച്ച് പഠിക്കുക. തിരിച്ച് ഓപ്പോസിറ്റ് ആണ് സദേൺ ഹെമിസ്ഫിയർ എന്ന് പഠിച്ചു വെക്കുക. നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് നമുക്ക് പഠിച്ചു വെക്കാനുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും ആവരുത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ നമ്പർ കൂടി ആഡ് ചെയ്തേക്കാം. ഉള്ളവർ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞു തരാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? വേനൽക്കാലം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അടുത്തത് നമ്മൾ എന്താ പറഞ്ഞേ? ശൈത്യകാലം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹേമന്തകാലം എങ്ങനെ ഉണ്ടാവുന്നത്? വസന്തകാലം എങ്ങനെ ഉണ്ടാവുന്നത്? സമ്മർ സോളിസൈസ് ഉണ്ട്, വിന്റർ സോളിസൈസ് ഉണ്ട്, വിഷുവങ്ങൾ, ഇക്വിനോക്സസ് ഏത്? ഡേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സോളിസൈസ്. ഡ്യൂറേഷൻ അല്ല, ഡേറ്റ് ആണ്. രണ്ട് ഡേറ്റുകളാണ് എന്ന് പറയുന്നത്. ഇത് ഇത് സമ്മർ സോളിസൈസും ഇത് വിന്റർ സോളിസൈസും. ഇത് ഇക്വിനോക്സസ്. ഇതെന്താണ്? ഇക്വിനോക്സസ്. ഓക്കെ ആണോ?
ഓക്കെ ആണല്ലോ. ഇക്വിനോക്സ് അഥവാ വിഷു എന്നറിയപ്പെടുന്നു. ഇത്രയും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിൽ എന്ത് ചെയ്യാം, മെസ്സേജ് അയച്ചാൽ ഞാൻ മെസ്സേജ് കമന്റ് ഇട്ടാലും അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിലോ എങ്ങനെയായാലും മെസ്സേജ് അയച്ചാൽ അതിനുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു.